ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ യോഗിനി ഏകാദശിയുടെ വീഡിയോ ഇട്ടിരുന്നു. ഡേറ്റൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ പാരണാ സമയത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഇടാൻ പോകുന്നത്. പാരണാ സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്രതം അവസാനിപ്പിക്കുന്നത് സമയത്തിനെയാണ് പാരണാ സമയമെന്ന് പറയുന്നത്. ഏകാദശി വ്രതം നമ്മൾ എടുക്കുന്നത് ഏകാദശി വ്രതം എടുക്കുന്ന ദിവസത്തിൻ്റെ തലേ ദിവസം നമ്മൾ ഒരു നേരം അരിഭക്ഷണം രാവിലെയും വൈകുന്നേരവും അല്ലെങ്കിൽ അത്താഴത്തിന് നമ്മൾ അരി ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കില്ല. അതിന് പകരം പഴവർഗ്ഗങ്ങളോ ഗോതമ്പോ മുതലായ ധാന്യങ്ങൾ ഉപയോഗിക്കാം. അതിൽ തന്നെ ഗോതമ്പ് രാവിലെ ഉപയോഗിച്ചിട്ട് വൈകുന്നേരം പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇത് ഏകാദശി ദിവസത്തിൻ്റെ തലേ ദിവസത്തെ കാര്യമാണ് പറയുന്നത്, അതായത് ദശമി ദിവസം. ഇനി പിറ്റേ ദിവസം ഏകാദശി ദിവസം നമ്മൾ നിശ്ചയിക്കുക എങ്ങനെയാണ് നമുക്ക് വ്രതം എടുക്കാൻ പറ്റുന്നത്. അതായത് ചിലർ ഉപവസിക്കും, വെള്ളം പോലും കുടിക്കില്ല, ഉപവസിക്കും, അന്നത്തെ ദിവസം പൂർണ്ണമായും ഉപവസിക്കും. ചിലർ തുളസി തീർത്ഥം കുടിച്ചിരിക്കും, ചിലർ വെറും ജലം കുടിച്ചിരിക്കും, ചിലർ ഭക്ഷണം കഴിച്ചിരിക്കും, ചിലർ പഴവർഗ്ഗങ്ങളും പാലും കഴിച്ചിരിക്കും. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം. ഒഴിവാക്കേണ്ടുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് പൂർണ്ണമായ ധാന്യങ്ങൾ, അതായത് അരി, ഗോതമ്പ്, റാഗി, തിന ഇങ്ങനെയുള്ള മുഴുവൻ ധാന്യങ്ങളും, ധാന്യവർഗ്ഗങ്ങൾ, പയറ്, കടല ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ചൗവരി. ഇന്നലെ ഞാൻ കാണിച്ചു തന്ന പായസത്തിൻ്റെ ഒരു വീഡിയോ നമ്മുടെ മറ്റേ ചാനലിൽ ഇട്ടിരുന്നു, ചൗവരി കൊണ്ടുള്ള പായസത്തിൻ്റെ. ആ ചൗവരി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതുപോലെ പായസം ഉണ്ടാക്കി നമുക്ക് ഭഗവാനെ നേദിക്കുകയും നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായി കഴിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഏകാദശി പുഴുക്ക്, അത് പച്ചക്കറികൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു പുഴുക്കാണ്. ഇന്ന് നമ്മൾ മറ്റേ ചാനലിൽ ഏകാദശി പുഴുക്കുണ്ടാക്കുന്ന വിശദമായ വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും അത് കാണണം. അതുപോലെ പുഴുക്കുണ്ടാക്കി നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ പാലും പഴങ്ങളും കഴിക്കാം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ചായ കുടിക്കണം എന്ന് നിർബന്ധമുള്ളവർക്ക്, തലവേദന എടുക്കും ചില ആളുകൾക്ക്, ചായ കുടിക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് ചായ കുടിക്കാം. അതൊക്കെ ചെയ്യാം. ഒഴിവാക്കേണ്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ധാന്യഭക്ഷണങ്ങൾ, അതായത് അരി, ഗോതമ്പ്, കടല, പയറ് ഇതുപോലുള്ള ധാന്യങ്ങളെല്ലാം ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന കൂട്ടാൻ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കില്ല. കാരണം ഉള്ളിയും വെളുത്തുള്ളിയും രജസ സ്വഭാവങ്ങളുള്ള ഭക്ഷണമാണെന്നാണ് പറയുന്നത്. ഭഗവാനെ നേദിക്കുമ്പം നമ്മൾ അത് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ദശമി ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, എങ്കിലും അന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അങ്ങനെ നമുക്ക് ആഹാരം കഴിക്കാം. സന്ധ്യയ്ക്ക് മുമ്പ് നമ്മുടെ ആഹാരം കഴിച്ച് നിർത്തണം. അതല്ല ഉപവസിക്കുന്നവരാണെങ്കിൽ പൂർണ്ണമായും ഉപവാസത്തിൽ തന്നെ ഇരിക്കുക. തുളസി തീർത്ഥം കുടിച്ചിരിക്കാം, അതല്ലെങ്കിൽ വെറും ജലം കുടിച്ചിരിക്കാം, പാലും പഴങ്ങളും കഴിച്ച് ഇരിക്കാം. ആഹാരങ്ങൾ ഇതുപോലുള്ള ആഹാരങ്ങൾ കഴിച്ചിരിക്കാം. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച്, മരുന്ന് കഴിക്കുന്നതനുസരിച്ച്, നമ്മൾ ജോലിക്ക് പോകുന്നതനുസരിച്ച് നമ്മുടെ വ്രതക്രമം നമ്മൾ തന്നെ രൂപീകരിക്കുക. അതിനുശേഷം ഇനി ഞാൻ പാരണാ സമയം ഓരോ സ്ഥലത്തെയും പറയും. പാരണ വീടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വ്രതം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് ഞാൻ പറയുന്ന ആ സമയത്ത് നിങ്ങൾ വ്രതം അവസാനിപ്പിക്കണം. എങ്ങനെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത്? ഒന്നുകിൽ ക്ഷേത്രത്തിൽ പോയി അവിടുന്ന് തീർത്ഥം മേടിച്ച് കുടിച്ച് വ്രതം അവസാനിപ്പിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിച്ച് നാമം ചൊല്ലി, ഈ സമയത്ത് നാമം ചൊല്ലി നമ്മൾ ആ സമയത്ത് ഭഗവാന് കിണ്ടിയിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് ജലം വെച്ച് ആ ജലം തീർത്ഥമായി സേവിച്ച്, ഇനി നമ്മൾ ഭഗവാൻ എന്തെങ്കിലും പഴങ്ങളോ വല്ലതും നേദിക്കുന്നുണ്ടെങ്കിൽ അതും കഴിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. ഇങ്ങനെയാണ് വ്രതരീതി. ഇതിനേക്കാളൊക്കെ പ്രധാനമുള്ളത് ഈ ദിവസങ്ങളെല്ലാം തന്നെ നമ്മൾ പരമാവധി സമയം നാമം ജപിക്കുക, ഭഗവാനെ ഓർത്തിരിക്കുക എന്നുള്ളതാണ്. ഇനി പീരീഡ് സമയമുള്ളവരും പുലവാലായ്മ ഉള്ളവർക്കുമൊക്കെ നമ്മുടെ ഈ വ്രതക്രമം പിന്തുടരാം. അവർക്കും ഇതേപോലുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് പ്രാർത്ഥിച്ച് നാമം ചൊല്ലി ഇരിക്കാം. പക്ഷേ ക്ഷേത്രത്തിൽ പോകാനോ വിളക്ക് കത്തിക്കാനോ പൂജാമുറിയിൽ കയറാനോ പറ്റില്ല. നാരായണ നാമം അവർക്ക് ജപിക്കാം. ഹരേ രാമ എന്ന് പറയുന്ന നാമം, ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ എന്ന നാമം അവർക്ക് നിർബന്ധമായും ജപിക്കാൻ പറ്റും, ഒരു ദോഷവുമില്ല. അല്ലെങ്കിൽ നാരായണ നാമം നമുക്ക് ജപിക്കാം. ഓ നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള നാമം നമുക്ക് ജപിക്കാം. പീരീഡ്സ് ഉള്ളവരും പുലവാലായ്മയുള്ളവരും അതല്ലാത്തവരും നാമം ചൊല്ലുക. പരമാവധി സമയം നാമം ചൊല്ലുക. ഇനി ഇങ്ങനെയുള്ള ആളുകൾ ഈ ഭക്ഷണക്രമം
ശീലിച്ച് ഈ സമയത്ത്, അതായത് അവർ പാരണ വീടുമ്പോൾ അവർക്ക് വിളക്ക് കത്തിച്ച് വെച്ചോ അതല്ലെങ്കിൽ അമ്പലത്തിൽ പോയോ പാരണ വീടാൻ പറ്റില്ല. അപ്പോൾ ആ സമയം നോക്കി നമ്മുടെ വീട്ടിൽ നമ്മുടെ മുറിക്കകത്ത് കുളിച്ചിരുന്ന് നമ്മൾ ശുദ്ധമായ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നമുക്ക് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. ഈ സമയത്ത് നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിക്കാൻ പാടില്ല. ഈ 3 ദിവസവും, അതായത് 2-ാം തീയതി ഏകാദശി ആണെങ്കിൽ 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയും നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി പാരണാ സമയം പറയാം. കേരളത്തിലെ ഉള്ള ആളുകൾ അവരുടെ വ്രതം അവസാനിപ്പിക്കേണ്ടത് 3-ാം തീയതിയാണ്. 3-ാം തീയതി രാവിലെ 6:08 മുതൽ 7:10 വരെ, 6:08 മുതൽ 7:10 വരെയുള്ള സമയത്തിനുള്ളിൽ വിളക്ക് കത്തിച്ച് നാമം ചൊല്ലി വ്രതം അവസാനിപ്പിക്കുക. ഈ സമയത്ത് നമ്മൾ തൊഴിലിടത്തിലാണെങ്കിൽ പോലും നമ്മൾ നാമം ചൊല്ലിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. ഇപ്പോൾ നേഴ്സുമാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ രാവിലെ അവർക്ക് ഈ സമയത്ത് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അവരവരുടെ ഓഫീസിലാണെങ്കിൽ പോലും എന്ത് ചെയ്യാം, ഈ സമയത്ത് ഭഗവാനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് അവരുടെ വ്രതം അവസാനിപ്പിക്കും. നമ്മൾ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് വ്രതം ക്രമം മാറ്റുക. എല്ലാം ഭഗവാൻ അറിയാമെന്ന് വിശ്വസിക്കുക. കേരളത്തിൽ പാരണാ സമയം 3-ാം തീയതി രാവിലെ 6:08 മുതൽ 7:10 വരെയാണ്. ഹരിയാന ഫരീദാബാദ് 5:28 മുതൽ 7:10 വരെയാണ്. 5:28 മുതൽ 7:10 വരെയാണ്. തമിഴ്നാട് 5:47 മുതൽ 7:10 വരെയാണ്. കർണാടക 5:58 മുതൽ 7:10 വരെയാണ്. തെലുങ്കാന 5:46 മുതൽ 7:10 വരെ. മധ്യപ്രദേശ് 5:39 മുതൽ 7:10 വരെ. മുംബൈ 6:05 മുതൽ 7:10 വരെ. ഗുജറാത്ത് 6:08 മുതൽ 7:10 വരെ. ഡൽഹി 5:28 മുതൽ 7:10 വരെ. ദോഹ 4:48 മുതൽ 9:21 വരെ. കുവൈറ്റ് 4:53 മുതൽ 9:33 വരെ. ദുബായ് 5:34 മുതൽ 5:40 വരെ. അബുദാബി 5:38 മുതൽ 5:40 വരെ. സൗദി അറേബ്യ 5:09 മുതൽ 9:41 വരെ. ബഹ്റിൻ 4:50 മുതൽ 9:25 വരെ. ഷാർജ 5:32 മുതൽ 5:40 വരെ. ഒമാൻ 5:24 മുതൽ 5:40 വരെ. ഓസ്ട്രേലിയ 7:13 മുതൽ 10:30 വരെ. UK 4:49 മുതൽ 10:19 വരെ. സിംഗപ്പൂർ 7:03 മുതൽ 9:40 വരെ. സാംബിയ 6:34 മുതൽ 10:19 വരെ. ന്യൂസിലാൻഡ് 7:47 മുതൽ 10:53 വരെ. മാലദ്വീപ്സ് 6 മണി മുതൽ 6:40 വരെ. അർമേനിയ 5:37 മുതൽ 5:40 വരെ. ചൈന 4:37 മുതൽ 7:40 വരെ. ചൈന 4:37 മുതൽ 7:40 വരെ. ഇസ്രായേൽ 5:38 മുതൽ 8:28 വരെ. ഇതാണ് 3-ാം തീയതിയിലെ പാരണാ സമയം. ഇനി നമ്മൾ പറഞ്ഞു ഏകാദശി 1-ാം തീയതി എടുത്തിട്ട് 2-ാം തീയതി പാരണ വീടുന്ന അമേരിക്കയിലെയും കാനഡയിലെയും സമയം. 2-ാം തീയതിയിലെ പാരണാ സമയം അമേരിക്ക 5:29 മുതൽ 10:30 വരെ. അതുപോലെ തന്നെ ബ്രിട്ടീഷ് കൊളംബിയ കാനഡ 5:12 മുതൽ 10:35 വരെ. ഇതാണ് നമ്മൾ സ്ഥിരമായി പറയുന്ന പാരണാ സമയങ്ങൾ. അതുപോലെ തന്നെ ഇസ്രായേൽ 5:38 മുതൽ 8:28 വരെ. 3-ാം തീയതിയാണ് ഇസ്രായേലിലും പാരണ വീടേണ്ടത്. 5:38 മുതൽ 8:28 വരെ. ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ സാധാരണയായി പറയുന്നത്. ഇനി ഏതെങ്കിലും സ്ഥലത്തെ പാരണാ സമയം അറിയണമെങ്കിൽ കമൻറ്റിട്ട് ചോദിച്ചോളൂ, പറഞ്ഞു തരാം. അപ്പോൾ വ്രതം എടുക്കുന്ന രീതിയൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പാരണ വീടിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാം. പക്ഷേ അന്നും കൂടെ വെജിറ്റേറിയൻ ഭക്ഷണം ശീലിച്ചിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഏകാദശി പുഴുക്ക് ഉണ്ടാക്കുന്ന വിധം നമ്മുടെ കൗസ്തുഭം ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ അഭിപ്രായം പറയുകയും വേണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.